ഹായ് ഹലോ. നമുക്കിന്ന് ഒരു നൂലുകെട്ട് വ്ളോഗാണേ. ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് അവിടെ ചെന്നപ്പോഴത്തേനും ഒരു നേരമായിട്ടുണ്ടായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഞങ്ങളായിട്ട് ലാസ്റ്റ് അവിടെ എത്തിയെന്ന് കേട്ടോ. പിന്നെ ചെന്ന് എല്ലാവരും ഒന്ന് മുഖമൊക്കെ കാണിച്ചു. ഞങ്ങൾ നോക്കിയപ്പോൾ എല്ലാവരും ഓരോരോ പരിപാടിക്ക് കയറി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ചേച്ചി അടുത്തേക്ക് കയറി. ചേച്ചി അടുത്ത് ചെന്നപ്പം ചേച്ചി അവിടെ റെഡിയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് നൂലുകെട്ടിൻ്റെ ടൈം ഉണ്ടായിരുന്നു. 11:45-നും 12:20-ൻ്റെ ഇടയ്ക്കുള്ള ടൈമിലായിരുന്നു നമുക്ക് നൂലുകെട്ട് പറഞ്ഞിരുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ടൈം ആയപ്പോഴത്തേനും എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ഉള്ളൊരു ചെറിയ ഫംഗ്ഷനായിരുന്നു. നമ്മൾ അടുത്തറിയാവുന്ന കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരും ബന്ധുക്കളും മാത്രമുള്ളൊരു കുഞ്ഞു ഫംഗ്ഷനായിരുന്നു. എല്ലാവരും റെഡിയായിട്ട് ലാസ്റ്റാണ് ഇതേ കൊച്ചിൻ്റെ അച്ഛനും കൊച്ചിൻ്റെ അമ്മയും എല്ലാവരും റെഡിയായത് കേട്ടോ. അത് പിന്നെ അങ്ങനെ ആണല്ലോ. എല്ലാം റെഡിയാക്കി വെച്ചിട്ടാട്ടോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത്. കാരണം പുറത്ത് നല്ല ചൂടായിരുന്നു. പുറത്ത് വെച്ചല്ലേ പരിപാടി നടന്നത്. പിന്നെ ഇനിയിപ്പം വിളക്ക് കത്തിക്കുക, നൂല് കെട്ടുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളൂ. അപ്പം കുഞ്ഞിന് ഒത്തിരി നേരം പുറത്തിരുന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നോർത്തിട്ട് ഞങ്ങൾ അവസാനം ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത്. അങ്ങനെ നൂല് കെട്ടാനുള്ള ടൈമായി. സമയമായപ്പോഴത്തേനും അമ്മ കുഞ്ഞിനെ പിടിച്ചു. അച്ഛൻ നൂല് കെട്ടി. നൂല് കെട്ടിയപ്പോൾ ഒന്നും ഒരു വഴക്കും ഇല്ലായിരുന്നു. നല്ല മിടുക്കനായിട്ടിരിക്കുമായിരുന്നു. നൂല് കെട്ടിയെല്ലാം കഴിഞ്ഞ് കറക്റ്റ് അച്ഛയുടെ മടിയിലേക്ക് വെച്ചപ്പോൾ തന്നെ അച്ഛയുടെ മടിയിൽ മൂത്രം ഒഴിച്ചായിരുന്നു കേട്ടോ. അത് പിന്നെ എല്ലായിടത്തും ഉള്ള ചടങ്ങാണല്ലോ. പിന്നെ നമ്മൾ പേര് വിളിച്ചു. അച്ഛാ കുഞ്ഞിൻ്റെ പേര് 3 തവണ ചെവിയിൽ പറഞ്ഞു കേട്ടോ. നമുക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു, ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്തായിരുന്നു പേര്, ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മളും വെയിറ്റിംഗ് ആയിരുന്നു പേരെന്താണെന്ന് അറിയാനായിട്ട്. നമ്മളെല്ലാവരും ഓരോരോ പേരിങ്ങനെ സജഷൻ പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും ഓരോരോ പേര് കണ്ടുപിടിച്ച് വരുന്നുണ്ടായിരുന്നു. ChatGPTയോടൊക്കെ ചോദിച്ച് കുറേ പേരുകൾ കിട്ടി. അയ്യോ അതൊക്കെ ഭയങ്കര കോമഡിയാണ്. അങ്ങനെ പേര് റിവീൽ ചെയ്തു. ഈ റിവീൽ ചെയ്തപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഈ പേരാണ് ഇട്ടേക്കുന്നതെന്ന്. ഇതുവരെ ഞാൻ അങ്ങനെ കേട്ടിട്ടില്ലാത്ത പേരാണ്. അങ്ങനെ പേരൊക്കെ റിവീൽ ചെയ്തു. പേരൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി. കുഞ്ഞിൻ്റെ പേര് നമ്മൾ പറയുന്നതിനേക്കാളും നല്ലത് കുഞ്ഞിൻ്റെ അച്ഛൻ പറയുന്നത് തന്നെയാണ്. അപ്പം നമുക്ക് കേൾക്കാം. കൊച്ചിന്റെ പേര് ഞാൻ പറയണത് പപ്പ പറയുന്നോ? തസ്മൈ ധ്രുവ്. നിക്നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പറഞ്ഞാൽ ഞാൻ വിളിച്ചത്. അങ്ങനെ നൂലുകെട്ടൊക്കെ കഴിഞ്ഞു. നമ്മൾ അടുത്ത ചടങ്ങിലേക്ക് കടന്നു. ഇനിയിപ്പം കുഞ്ഞിന് എല്ലാവരും കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്ന ചടങ്ങാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിയുന്നിടം വരെ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ കുഞ്ഞ് നമുക്ക് നല്ല സഹകരണമായിരുന്നു. ഞങ്ങളെല്ലാവരും അത് പറയുകയും ചെയ്തു. വഴക്കൊന്നും ഇല്ലായിരുന്നല്ലോ, മിടുക്കനായിട്ടിരിക്കുമായിരുന്നല്ലോ. പിന്നെ കരഞ്ഞത് എല്ലാവരും പോയി ബഹളമൊക്കെ ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നെ എല്ലാവരും ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞ് ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങി. ഞങ്ങളപ്പം ഇരുന്ന് കളിയാക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ കുറേ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പോലും പറ്റിയില്ല. നല്ല മൊമെൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ സാരമില്ല, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യും. നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ആണല്ലോ. ചടങ്ങുകളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായി. അപ്പം നമ്മൾ അതിന് മുമ്പ് എല്ലാവർക്കും വെള്ളമൊക്കെ കൊടുത്തു. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. ഓടിച്ചാടിയതേ ഒരാൾ വന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ, പരവേശം കൊടുത്തിട്ട് ശ്വാസം പോലും വിടാതെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. നമുക്ക് ബിരിയാണി ആയിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു. നമുക്ക് ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു. ചിലർ ബിരിയാണി കഴിക്കത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്നായിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത്. നമുക്ക് അന്നത്തെ ദിവസം ഒന്നിനുള്ള സമയം ഉണ്ടാക്കി എടുക്കാനുള്ള സമയമൊന്നും കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് പറഞ്ഞിരുന്നത്. ബിരിയാണി, ചിക്കൻ കറി, പിന്നെ അതിൻ്റെ സാലഡ്, പിന്നെ നമുക്ക് വരുന്നത് ചോറും കറികളും സാധാ നോർമൽ കറികളും തന്നെയായിരുന്നു വരുന്നത്. പിന്നെ എല്ലാവർക്കും പതുക്കെ വിശപ്പ് തുടങ്ങിയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ ഫുഡൊക്കെ വിളമ്പാൻ തുടങ്ങി. നമ്മളിവിടെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പം ബാക്കിൽ അവർ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവരവിടെ ഫോട്ടോസ് എടുക്കുന്ന ഗ്യാപ്പിൽ ഞാൻ കഴിക്കാൻ കയറി കേട്ടോ. നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. രാവിലെ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ലായിരുന്നു. നന്നായിട്ട് വിശക്കുന്നുള്ളതുകൊണ്ട് ഞാനും കയറി അങ്ങ് ഇരുന്നു. ഞാനും ബിരിയാണി തന്നെയാട്ടോ കഴിച്ചത്. ചോറ് നമ്മളെപ്പോഴും കഴിക്കുന്നതുകൊണ്ട് എനിക്കതിനോട് വലിയ താല്പര്യം തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ ബിരിയാണി തന്നെയാട്ടോ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. നമ്മുടെ അടുത്തുള്ള കാറ്ററിംഗ് തന്നെയായിരുന്നു നമ്മൾ കൊടുത്തത്. എനിക്ക് ചിക്കൻ കറിക്കകത്ത് ലെഗ് പീസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യമേ ചിക്കൻ കറി വിളമ്പിയിട്ട് രണ്ടാമത് ലെഗ് പീസ് ചോദിച്ച് വാങ്ങിയതാട്ടോ ഈ പ്ലേറ്റിൻ്റെ അകത്ത് കാണുന്നത്. കഴിച്ച് കഴിഞ്ഞ് നമ്മളും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ടാറ്റാ.